UDF സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം ഇരു കൈകളും നീട്ടി സംരക്ഷിച്ച ഒരു സ്ഥലമാണ് എറണാകുളത്തെ മലയിടാംതുരുത്തിലെ നിവാസികളുടെ ആ ഒരു കുടിയൊഴിപ്പിക്കൽ പ്രശ്നം. ഇപ്പോഴും ആ ഒരു UDF സർക്കാരിനെതിരെ ഒരു തലവേദനയായി പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവരുടെ പുനരധിവാസവും മറ്റു കാര്യങ്ങളും. ഈ VD സതീശൻ തന്നെ പറഞ്ഞിരുന്നു, ആ 8 കുടുംബങ്ങളെ ഞങ്ങൾ പടിയിറക്കില്ല, അവരെ ഞങ്ങൾ സർക്കാർ പുനരധിവസിപ്പിക്കും എന്ന് പറയുന്നു. പക്ഷേ സർക്കാരിനെതിരെയാണ് ഇവർ തിരിഞ്ഞിരിക്കുന്നത്. ഇതെങ്ങനെയായിരിക്കും ഇവരെ ഈ UDF-നെ രാഷ്ട്രീയപരമായി തിരിഞ്ഞു കൊത്താൻ പോകുന്നത്? ഈ മലയിടാംതുരുത്ത് എന്ന് പറയുന്ന ആ പ്രദേശത്തെ ഭൂമി പ്രശ്നം, അതായത് ഒരു സ്വകാര്യ വ്യക്തിയും അവിടെ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന 8 കുടുംബങ്ങളും തമ്മിലുള്ള ഭൂമി സംബന്ധമായ ഒരു തർക്കമാണുള്ളത്. അത് വർഷങ്ങളായി തുടരുന്ന ഒരു തർക്കമാണ്. അത് താഴെത്തട്ടുള്ള കോടതി മുതൽ ഹൈക്കോടതി മുതൽ സുപ്രീം കോടതി വരെ പോയി. ആ സുപ്രീം കോടതിയിൽ നിന്നൊരു നിർണായകമായ വിധി ഉണ്ടായത് ഈ വസ്തു സ്വകാര്യ വസ്തു ഈ വ്യക്തിയുടേതാണെന്നും ഈ വസ്തുവിൽ താമസിക്കുന്ന 8 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു സുപ്രീം കോടതിയുടെ പരമോന്നത കോടതിയുടെ ഉത്തരവ്. അതോടുകൂടി ആ കേസ് അവിടെ നിന്നെങ്കിലും ആ കേസ് പ്രകാരം അഭിഭാഷക കമ്മീഷനെ നിയോഗിച്ച് ഇവരെ ഈ 8 കുടുംബങ്ങളെ അവിടെ നിന്ന് കുടിയൊഴിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് ഇറക്കി വിടുക, ഈ ഒരു പ്രോസസ്സ് ചെയ്ത് കോടതി ഉത്തരവ് നടപ്പിലാക്കാനുള്ള ശ്രമം വർഷങ്ങളുടെ പഴക്കമുണ്ട് കേരളത്തിൽ. കാരണം കഴിഞ്ഞ പിണറായി സർക്കാരിന്റെ സമയത്ത് 14 തവണയാണ് ഈ അഭിഭാഷക കമ്മീഷൻ ഈ മലയിടാംതുരുത്തിലെത്തി ഈ ഭൂമി പ്രശ്നത്തിന് അല്ലെങ്കിൽ ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ശ്രമിച്ചത്. അന്നെല്ലാം ശക്തമായ പ്രതിഷേധം അവിടെ രേഖപ്പെടുത്തി. കഴിഞ്ഞ 5 വർഷം നോക്കുകയാണെങ്കിൽ അവിടുത്തെ MLA ആയിരുന്ന PV ശ്രീനിജൻ തന്നെ നേരിട്ട് വന്ന് ഓരോ തവണയും അഭിഭാഷക കമ്മീഷനെ തടയുന്ന ഒരു കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ തവണ സംഘർഷം ഉണ്ടാവും, തടയും, അവിടെയുള്ള ആൾക്കാർ പെട്രോൾ ഒഴിച്ച് തീ എത്തിക്കുന്നതിനുള്ള ആത്മഹത്യാ ഭീഷണി മുഴക്കം, പോലീസ് തിരിച്ചു പോകും. ഇതാണ് കഴിഞ്ഞ 14 തവണയും കണ്ടത്. ഈ ഭരണം മാറി പുതിയ സർക്കാർ വന്നു, VD സതീശൻ നേതൃത്വം നൽകുന്ന സർക്കാർ വന്നു. ഈ സർക്കാർ വന്നപ്പോൾ 15ാമത് തവണ ഇതേ അഭിഭാഷക കമ്മീഷൻ ഈ വിധി നടപ്പിലാക്കാനെത്തി. എത്തിയപ്പോഴും പതിവ് പോലെ തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ജനങ്ങൾ തെറുത്തു നിന്നു, അവിടെ താമസിക്കുന്ന കുടുംബാംഗങ്ങൾ ചെറുത്തുനിൽപ്പ് നടത്തി, ആത്മഹത്യാ ഭീഷണി മുഴക്കി. ഈ സമയത്താണ് സർക്കാർ ഒരു തീരുമാനം അല്ലെങ്കിൽ ഒരു പരിഹാര നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഈ 8 കുടുംബങ്ങളെയും സുപ്രീം കോടതിയുടെ വിധിയാണ് ഇത് നടപ്പിലാക്കിയേ പറ്റുള്ളൂ. അതിന് പകരം ഈ 8 കുടുംബങ്ങളെയും തെരുവിലേക്ക് ഇറക്കുന്നില്ല. ഇതിന് സമീപത്ത് തന്നെ 35 സെന്റോളം വസ്തു കണ്ടുപിടിച്ച് ഈ 8 കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കാം, വീട് നിർമ്മിച്ച് നൽകി പുനരധിവസിപ്പിക്കാം എന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ഈ ഭൂമി പ്രശ്നവും ഈ തർക്കവും ഈ കേസും തർക്കങ്ങളും അതുപോലെ തന്നെ അഭിഭാഷക കമ്മീഷന്റെ വരവും സംഘർഷങ്ങളും എല്ലാം നടന്ന് 14 തവണ ഉണ്ടാവാത്ത ഒരു നിർദ്ദേശമാണ് UDF സർക്കാർ അധികാരത്തിലേറി രണ്ടാമത്തെ മൂന്നാമത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുന്നോട്ട് വെച്ചത്. അതിനുവേണ്ടി ഒരു മന്ത്രിയായ റോജി എം ജോണിനെ ചർച്ചകൾക്കായി ചുമതലപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോൾ വരുന്ന പ്രശ്നം, ഈ 8 കുടുംബങ്ങളും സർക്കാർ വച്ച നിർദ്ദേശത്തോട് യോജിച്ചിട്ടില്ല. കാരണം അവർ ഉന്നയിക്കുന്നത്, അവർ പതിറ്റാണ്ടുകളായി അവിടെ താമസിക്കുന്നവരാണ്, അവരുടെ സ്വന്തം ഭൂമിയാണ്, ഇവിടെ നിന്ന് ഒരു കാരണവശാലും കുടിയിറക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇത് UDF-നെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്, സർക്കാരിനെ സംബന്ധിച്ചും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. കാരണം ഇപ്പോൾ ഹൈക്കോടതി തന്നെ വീണ്ടും നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഇവിടെ നിന്നും കുടുംബങ്ങളെ ഒഴിപ്പിക്കുക, ഈ വസ്തു സ്വകാര്യ വ്യക്തിക്ക്, ആ കേസ് നൽകിയ സ്വകാര്യ വ്യക്തിക്ക് കൈമാറണമെന്ന് ഹൈക്കോടതി വീണ്ടും നിർദ്ദേശം നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ 15ാം തീയതി അഭിഭാഷക കമ്മീഷൻ വന്ന് ഇതിലൊരു നടപടി വീണ്ടും സ്വീകരിക്കാൻ പോവുകയാണ്. ഈ ഭൂപ്രശ്നം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുമ്പോഴും ഈ അഭിഭാഷക കമ്മീഷന്റെ വരവ്, അതോടൊപ്പം തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് കുടുംബങ്ങൾക്കൊപ്പം സമരം ചെയ്യുന്ന CPM-ന്റെ ഒരു നിലപാട്, ഇത് രണ്ടും കൊണ്ട് തന്നെ ഇതൊരു വലിയ തലവേദനയും വലിയ സംഘർഷവും ഉറപ്പാണ്. CPM ഒരുപക്ഷെ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കും. അതായത് ഈ ഒരു അടുത്ത ദിവസം ഇപ്പോൾ ഓർഡർ പ്രകാരം ഇവരെ കുടിയൊഴിപ്പിക്കാൻ ബലം ഉപയോഗിച്ച് തന്നെ കുടിയൊഴിപ്പിക്കും. അപ്പോൾ ഇത് സർക്കാരിനെതിരെ ഓങ്ങാൻ പറ്റുന്ന ഏറ്റവും വലിയ വാളാവും. തീർച്ചയായിട്ടും. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സർക്കാർ അധികാരമേറ്റ് 2ാമത്തെ ദിവസം പ്രതിപക്ഷത്തിരിക്കുന്ന CPM ഈ മലയിടാംതുരുത്ത് വിഷയം ഉന്നയിച്ച് പ്രത്യക്ഷ സമരം നടത്തുകയാണ്. 2 മന്ത്രിമാർ, P രാജീവും R ബിന്ദു അടക്കുന്ന 2 മുൻ മന്ത്രിമാർ വന്നാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള വിഷയമായി CPM ഇത് ഉപയോഗിക്കുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം അവിടെ നിൽപ്പുണ്ട്. ഇതാരാണ് ഈ സമരം ചെയ്യുന്നത്? കഴിഞ്ഞ 14 തവണ ഇവരെ ഇവിടെ നിന്ന് ഇറക്കാൻ ശ്രമിച്ച, പോലീസ് നടപടിയെല്ലാം സ്വീകരിക്കാൻ ശ്രമിച്ച ഒരു സർക്കാരിനെ നയിച്ച CPM ആണ് ഇപ്പം ഇവർക്ക് വേണ്ടി വന്ന് സമരം ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പ് ഉണ്ടാവും. ഈ രാഷ്ട്രീയ മുതലെടുപ്പ് കോൺഗ്രസും
UDF സർക്കാരും വളരെ ഗൗരവത്തോടെ കണ്ട് ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ അതൊരു വലിയ സംഘർഷത്തിന് തന്നെ വകവയ്ക്കും. കാരണം ഇവിടെ വന്ന ഒരു പോലീസ് നടപടി ഉണ്ടാകുന്നു. ഇപ്പൊ 16ാമത് തവണ അഭിഭാഷക കമ്മീഷൻ വരികയാണ്. ഈ വരുമ്പോൾ കൂടുതൽ പോലീസിനെ ഇറക്കേണ്ടി വരും. സുപ്രീം കോടതിയുടെ കർശനമായ വിധിയാണ്, അതുപോലെ ഹൈക്കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട്. ഈ വിധി സുപ്രീം കോടതിയുടെ വിധി, പരമോന്നത കോടതിയുടെ വിധി, അത് നടപ്പിലാക്കുക തന്നെ വേണം അത് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അപ്പൊ സ്വാഭാവികമായി ഈ നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതുപോലെ തന്നെ അതുകൊണ്ടൊരു ക്രമസമാധാന പ്രശ്നം നോക്കേണ്ട ഉത്തരവാദിത്വവും സർക്കാരിനുണ്ട്. അവിടെയുള്ള ജനങ്ങളെല്ലാം ഏറെ വൈകാരികമായാണ് ആ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ തവണ ചെല്ലുമ്പോഴും സ്ത്രീകളും കുട്ടികളും അടക്കം ഈ അഭിഭാഷക കമ്മീഷനെ തടയാൻ, പോലീസിനെ തടയാൻ തെരുവിലിറങ്ങി നിൽക്കുകയാണ്, റോഡിലിറങ്ങി നിൽക്കുന്നു. അവരൊരു പന്തലിട്ട് അവിടെ സമരം ചെയ്യുന്നു. ഇവരെല്ലാം നടത്തുന്നത് പെട്രോൾ ഒഴിച്ച് തീ കത്തി മരിക്കും എന്ന ആത്മഹത്യാ ഭീഷണിയാണ്. വളരെ വൈകാരികമായാണ് അവരെല്ലാം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ ഈ വിഷയത്തിൽ ഇടപെട്ടില്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന്, ഇപ്പൊ ഒരു മാസം പോലും ആകാത്ത സംസ്ഥാന സർക്കാരാണ്, ആ സർക്കാരിന് വലിയ തിരിച്ചടിയാവും ഈ വിഷയം എന്നുള്ളത് ഉറപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് വരെ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വരെ, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷം, അതായത് ജില്ലയുടെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു പി രാജീവ്, കൂടാതെ ആ ഒരു മണ്ഡലത്തിൽ MLA ഉണ്ടായിരുന്നു പി ശ്രീനിജൻ. ഇപ്പോൾ അവരുടെ നേരെ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലപാടെടുക്കാത്ത ആ ഒരു ശ്രീനിജൻ MLAയും, അല്ലെങ്കിൽ മുൻ MLA ശ്രീനിജനും, അല്ലെങ്കിൽ പി രാജീവും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ സമരം ആരംഭിച്ച ആ ദിവസം ഇവരുടെ മുന്നിൽ കയറിയെന്ന് ഇവരെ നയിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു നമ്മൾ. അപ്പോൾ ആ ഒരു നാട്ടുകാർ തന്നെ ചോദിച്ചു, നിങ്ങൾ ഈ 14 തവണയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലോ, നിങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാൻ എവിടെ നിന്നാണ് ശബ്ദം വന്നത് എന്നുള്ള ഒരു ആരോപണം വന്നിരുന്നു. അല്ല, ഇതിനകത്ത് ശ്രീനിജനെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ സർക്കാർ ഇതിനകത്ത് പരിഹാരം കണ്ടെത്താമായിരുന്നു. 14 തവണ ഈ ഒഴിപ്പിക്കലിന് വേണ്ടി ചെന്നപ്പോഴും ഭരിച്ചിരുന്ന CPM സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ല. ഇപ്പൊ ഇപ്പോഴത്തെ UDF സർക്കാർ വച്ചതുപോലെ ഒരു പരിഹാര നിർദ്ദേശം പോലും വന്നില്ലായിരുന്നു. അന്നിപ്പോ അഭിഭാഷക കമ്മീഷൻ വരുന്നു, പോലീസ് വരുന്നു. കഴിഞ്ഞ 5 വർഷം കണ്ട കാഴ്ച എന്താണ്? ശ്രീനിജന്റെ നേതൃത്വത്തിൽ ഈ അഭിഭാഷക കമ്മീഷനെ തടയുന്നു, പോലീസിനെ തള്ളുന്നു, ഉന്തും തള്ളുവാകുന്നു, തിരിച്ചു പോകുന്നു. ഇതുകൊണ്ട് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല. ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചുമില്ല. അതുകൊണ്ടാണ് ഇപ്പോ സർക്കാർ, ഈ VD സർക്കാർ വന്നതിന് ശേഷം 2ാമത്തെ ദിവസം ഇതേ അഭിഭാഷക കമ്മീഷൻ 15ാം തവണ ചെല്ലുമ്പോൾ ശ്രീനിജൻ അവിടെ ചെല്ലുന്നു, പതിവ് പോലെ നാട്ടുകാർക്കൊപ്പം ചെല്ലുന്നുണ്ട്. അന്ന് നാട്ടുകാരോടെന്ന് പറഞ്ഞാൽ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ജനങ്ങളോട്, പാവപ്പെട്ടവരോട് അവരെ കുടിയൊഴിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് പറഞ്ഞപ്പോഴാണ് ജനങ്ങൾ അത് ചോദ്യം ചെയ്തത്. കാരണം അവരിത് ദുരിതം അനുഭവിക്കുന്നവരാണ്. അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ദുരിതം അനുഭവിക്കുന്നു. എപ്പോഴാണ് അഭിഭാഷക കമ്മീഷൻ വരുന്നതെന്ന് അറിയാതെ, എപ്പോഴാണ് പോലീസ് നടപടി ഉണ്ടാകുക എന്നറിയാതെ അവർക്ക് ഒരു കുടുംബം, 8 കുടുംബങ്ങൾ അവിടെ താമസിക്കുകയാണ്. അപ്പൊ അവർക്കൊരു പരിഹാരം ഇവരുണ്ടാക്കിയിട്ടില്ല. അത് പക്ഷെ ഒരു നിർദ്ദേശം ഇപ്പോൾ വച്ചിട്ടുണ്ട്. ആ നിർദ്ദേശത്തെ സ്വീകരിക്കരുത് എന്ന് പറയുന്ന രീതിയിൽ CPM അവരെ പ്രലോഭിപ്പിക്കുന്നുണ്ടാവാം, വലിയ നേട്ടങ്ങൾ ഉണ്ടാവും, പ്രലോഭിപ്പിക്കുന്നുണ്ടാവാം. പക്ഷെ ഈ പ്രശ്നത്തിന് വേണ്ടത് ചർച്ചയിലൂടെ രമ്യമായ ഒരു പരിഹാരമാണ്. റോജി എം ജോൺ അതിനൊക്കെ ശേഷിയുള്ളൊരു മന്ത്രിയാണ്. അപ്പൊ റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ കൂടുതൽ ചർച്ചകൾ ഊർജിതമാക്കേണ്ടി വരും. കാരണം ജനങ്ങളെല്ലാം സ്വന്തം വീട്ടിൽ നിന്ന്, അല്ലെങ്കിൽ വർഷങ്ങളോളം താമസിക്കുന്ന വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടും എന്ന് പറയുന്ന ഒരു വൈകാരികമായ പ്രശ്നം നേരിടുകയാണ്. അപ്പൊ അവരുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് കൃത്യമായ ചർച്ചകളിലൂടെ ഇതിന് പരിഹാരം കണ്ടെത്താനുള്ള നീക്കങ്ങൾ സർക്കാർ ത്വരിതപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട്. ഈ അതിദാരിദ്ര്യം ഇല്ലാതെ കേരളം എന്ന സംസ്ഥാനം എന്ന രീതിയിൽ അനൗൺസ്മെന്റ് നടത്തിയിട്ടും ഇതുപോലെ 8 കുടുംബങ്ങളെ ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അവരെ പുനരധിവസിപ്പിക്കാൻ ഈ ഒരു LDF സർക്കാർ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. അത് LDF സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു പരാജയമാണ്. അതെ, കാരണം ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചില്ല. പകരം എന്തുവാണ്, ആ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ ഉണ്ടെന്ന് കണ്ണിൽ പൊടിയിടാനുള്ള ചില ക്രമങ്ങൾ മാത്രമാണ്. ഈ അഭിഭാഷക കമ്മീഷൻ വരികയും അവരെ തടയുകയും അവരെ തിരിച്ചു പറഞ്ഞു വിടുകയും ചെയ്യുന്നത് കൊണ്ട് ഈ ഭൂപ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവില്ലല്ലോ. അതവിടെയുള്ള ജനങ്ങൾക്ക് താൽക്കാലികമായ ആശ്വാസവും ശ്രീനിജൻ MLAക്ക് ഒരു കൈകടിയും മാത്രമാണ്. ഞങ്ങൾ ഇത്ര കുടുംബങ്ങളെ പാർപ്പിച്ചു, അതിദാരിദ്ര്യം ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ അവിടെ ഒരു 8 കുടുംബം ഇതുപോലെ ഒരു കുടിയിറക്കൽ ഭീഷണിയിൽ അവശേഷിക്കുകയാണ്. അവർക്ക് വേണ്ടി ഒരു ന്യായമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാക്കാൻ ആ ഒരു സർക്കാരിന് കഴിഞ്ഞില്ല. അത് ഏറ്റവും വലിയ പരാജയം തന്നെയല്ലേ? അതെ, തീർച്ചയായിട്ടും വലിയ പരാജയമാണ്. അതാ ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇതിനകത്ത് എന്ത് നടപടിയാണ് ഈ അഭിഭാഷക കമ്മീഷൻ വരുമ്പോൾ ശ്രീനിജന്റെ നേതൃത്വത്തിൽ തടയുന്നു. അപ്പൊ അവിടെ താമസിക്കുന്ന കുടിയിറക്ക ഭീഷണി നേരിടുന്നവർ ഒരു കൈയടിക്കുന്നു. അവർ പറയുന്നു ഞങ്ങൾക്കൊപ്പമാണ് നിങ്ങളെന്ന് ഞങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഈ കയ്യടിക്ക് വേണ്ടിയുള്ള ഒരു നടപടികളല്ലാതെ, പ്രവർത്തികളല്ലാതെ എങ്ങനെയാണ് ഈ പ്രശ്നം സോൾവ് ചെയ്യുക? ഇതിനൊരു ശാശ്വതമായ പരിഹാരം എങ്ങനെ കണ്ടെത്താം
എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾ നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഇത്രയും വർഷം പോയത് ഈ വിഷയത്തിൽ. ഇപ്പൊ UDF സർക്കാർ മുന്നോട്ട് വെച്ചതുപോലെ ഒരു നിർദ്ദേശം 5 വർഷം മുമ്പ് പിണറായി സർക്കാർ അല്ലെങ്കിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ തവണ അഭിഭാഷക കമ്മീഷൻ വന്ന് ജനങ്ങൾ ഇത്രയും വൈകാരികമായ പ്രതികരണം വെച്ച സമയത്ത് അന്ന് ഈ ഒരു നിർദ്ദേശം മുന്നേറ്റ് വെച്ചിരുന്നെങ്കിൽ ഇത്രയും ദിവസം കൊണ്ടുള്ള ചർച്ചകളിലൂടെ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. ഇതിപ്പം ഒരു സർക്കാർ വന്നു, ഒരു ഭരണമാറ്റം ഉണ്ടായതിനു ശേഷം 15ാമത് തവണ വന്നപ്പോഴാണ് ഇപ്പോഴെങ്കിലും ഒരു നിർദ്ദേശം വന്നത്. കാരണം അവർക്ക് മുന്നിൽ ഒരു ചോയ്സ് വന്നതുപോലെ ഈ കോൺഗ്രസ് സർക്കാർ വന്നതിന് ശേഷമാണ്. അവർക്ക് ആ ചോയ്സ് സ്വീകരിക്കണമോ സ്വീകരിക്കാതിരിക്കുക അത് അവരുടേതായ തീരുമാനങ്ങളായിരിക്കും അവരില്ല. അവർക്ക് മുന്നിൽ ഒരു ചോയ്സ് എങ്കിലും വന്നത് ഇങ്ങനെ ഒരു നിർദ്ദേശം, നിങ്ങളെ കുടിയിറക്കില്ല, നിങ്ങൾക്ക് വസ്തുവും വീടും തന്ന് നിങ്ങളെ പുനരധിവസിപ്പിക്കാം എന്നൊരു ആശയമെങ്കിലും മുന്നോട്ട് വെച്ചത് ഈ സർക്കാരാണ്. ഇത് നേരത്തെ വെച്ചിരുന്നെങ്കിൽ ഈ പ്രശ്നത്തിൽ കുറച്ചുകൂടി നേരത്തെ പരിഹാരം ഉണ്ടാക്കാമായിരുന്നു. അതിൽ പിണറായി സർക്കാർ സമ്പൂർണ്ണ പരാജയമാണെന്ന് തന്നെ പറയേണ്ടി വരും.